ജനിച്ച നിങ്ങളടക്കമുള്ള എത്രയോ തലമുറകളുടെ യൗവന സങ്കല്പങ്ങളെ ആലോചിച്ച് കവിഭാവനകൾ സൃഷ്ടിച്ച പ്രതിഭാധനങ്ങളുടെ എനിക്ക് അദ്ദേഹവുമായി ചില അദൃശ്യ ബന്ധങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുരുവായും ജ്യേഷ്ഠനുമായും ഒക്കെ അദ്ദേഹം വഴികാട്ടിയ അങ്ങനെ മുന്നിലുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആകാശവാണിയിൽ കേട്ടതും പാടിയതുമൊക്കെ ഞാൻ എപ്പോഴും ഓർക്കുന്നു. അങ്ങനെ വളർന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ആളാണ് ശ്രീകുമാരൻ നമ്പി അർജുൻ, ശ്രീകുമാരൻ നമ്പി ദക്ഷിണാമൂർത്തി, ശ്രീകുമാരൻ നമ്പി ദേവരാജൻ, ശ്രീകുമാരൻ നമ്പി കൃഷ്ണനാഥൻ തുടങ്ങിയ കൂട്ടുകെട്ടുകളിൽ മനോഹര ഗാനങ്ങളാണ് നമ്മളൊക്കെ കുട്ടികളുണ്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന നാടിനെ പറ്റിയും ഉത്സവങ്ങളെ പറ്റിയും നമുക്കറിയാവുന്ന ആളുകളെ പറ്റിയും നമുക്കറിയാവുന്ന ബന്ധങ്ങളെ പറ്റിയും ബന്ധനങ്ങളെ പറ്റിയുമൊക്കെ അദ്ദേഹം വേണ്ടി എത്രയോ മനോഹരമായ ഗാനങ്ങൾ. എല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറയുന്നത്. പുഷ്പമേ എന്ന ഗാനം, വാൽക്കണ്ണി മനപുഷ്പം ചൂടി ചെമ്പകത്തെ മാനത്തെ ഇതൊക്കെ തമ്പിച്ചാലില്ലാതെ ആർക്കാണ് എന്താണ് കഴിയാൻ. നിങ്ങളുടെ കാലത്തെ പ്രണയകാലങ്ങളുടെ ഉത്സാഹം എന്നതൊക്കെയാണ് തമ്പിച്ചാൽ അറിയപ്പെട്ടിരുന്നത്. സാധിക്കുന്ന അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ അഭിനയ രംഗത്ത് വന്ന കാലത്താണ് ദാസേട്ടൻ്റെ യേശുദാസ് അദ്ദേഹത്തിൻ്റെ കരങ്കിടി കാസറ്റിന് വേണ്ടി തമ്പിച്ചാലിൻ്റെ ഉത്സവ ഗാനങ്ങൾ, ഓണപ്പാട്ടുകൾ, കേരളത്തിൽ സിനിമാ ഗാനങ്ങളെ പരിശീലിച്ച് തരംഗമാണ്. മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് പുറത്ത് ശക്തമായൊരു ലളിതഗാന പാരമ്പര്യത്തിന് വേണ്ടി അദ്ദേഹം സംഭാവന നൽകി. അദ്ദേഹം കരയടി സംവിധാനം ചെയ്ത ബന്ധുക്കൾ ശസ്ത്രക്രിയ എന്ന ചിത്രത്തിൽ അദ്ദേഹം തന്നെ മികച്ച സംഗീത സംവിധാനം ചെയ്ത ഗാനങ്ങൾ വിൽപ്പനയെ റെക്കോർഡ് മലയാളത്തിൽ ഗോൾഡൻ ഡിസ്ക് ബഹുമതി നേടി. 1982 തമ്പിച്ചാൽ നിർമ്മിച്ച് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത എനിക്കും ഒരു ദിവസം എന്ന സിനിമയിലാണ് എന്നെ അദ്ദേഹം അഭിനയിക്കുന്നത്. അന്ന് തുടങ്ങിയതാണ് ഈ ബന്ധം. അക്കാലത്ത് ഞാൻ ചെറിയ വേഷങ്ങളിൽ പ്രതിനായ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വേണ്ടിയതായിരുന്നു. ഞാൻ നായകനാകുന്ന ആദ്യ ചിത്രങ്ങളിലൊന്നാണ് എനിക്കും ഒരു ദിവസം. തൊട്ടടുത്ത വർഷം നസീർ സാറും മധു സാറും ഒക്കെയുള്ള ആദ്യം കേൾക്കുന്ന മൾട്ടിസ്റ്റാർ ചിത്രത്തിൽ എനിക്ക് പ്രാധാന്യമുള്ള വേഷം തന്നു. 1986 അദ്ദേഹങ്ങളെ കൂടിച്ചേർന്ന് രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതത്തിൽ അനശ്വര ഗാനങ്ങളുള്ള യുവജനോത്സവം പുറത്തുവരുന്നത്. 1990 അദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ അന്തരിച്ച ഡെനീസ് ജോസഫ് സംവിധാനം ചെയ്ത അപ്പോഴും ഞാനായിരുന്നു നായകൻ. എൻ്റെ ഗാനങ്ങൾ കൂത്തമ്പലത്തിൽ വെച്ചോ വീട്ടിൽ വെച്ചോ അപ്പൂരെ പാട്ടുകൾ അതെല്ലാം മറക്കാനാവാത്ത ഗാനങ്ങളാണ്. തമിഴ്നാട്ടിൽ പറയുമ്പോൾ സിനിമാ നടൻ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ മഹാസൗഭാഗ്യങ്ങളിലൊന്നാണ് അദ്ദേഹം എൻ്റെ ഗാനങ്ങൾക്ക് ചുണ്ടനക്കി അല്ലാതെ എനിക്ക് രക്ഷപ്പെടാനായ പാടാം, നമുക്ക് പാടാം, വീണ്ടും ഒരു പ്രേമഗാനങ്ങളുടെ കാലത്തെ അതിജീവിച്ച എത്രയോ ഗാനങ്ങൾ സംവിധാനം ചെയ്യാത്ത ചില സിനിമകളിലെ ഹിറ്റ് ഗാനങ്ങളിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് പത്മരാജൻ സംവിധാനം ചെയ്ത് തൂവാലത്തുള്ളിയുടെ പാട്ടുകൾ, മേഘം തുടങ്ങി ഒന്നാം രാഗം പാടി ഒക്കെ ഈ മലയാളികളുടെ ചുണ്ടിലേക്ക് പാടുന്ന ഗാനങ്ങൾ. അദ്ദേഹത്തിന് കീഴിൽ അഭിനയിച്ചിട്ടുള്ളപ്പോഴും അടുത്ത് ഇടവഴിയപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം കൊച്ചുകുട്ടികളുടെ മനസ്സാണ്. കളങ്കമില്ലാത്ത മനസ്സാണ്. അതിന് പെട്ടെന്ന് ചൂടാവും, ചെറിയ കാര്യത്തിൽ പെടണം, അതിനൊരു വേഗവും ഇടണം. ഒരു കൂടം പിറപ്പിനോടെന്നാണ് സ്വാതന്ത്ര്യത്തിലൂടെ അദ്ദേഹം എന്നോട് പെരുമാറിയിട്ടുള്ളൂ. എന്നെ വഴക്ക് പറയാറുള്ള ജ്യേഷ്ഠ സഹോദരൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. തുറന്ന് ഞാൻ പറയുന്ന വിട്ടുവീഴ്ചകളില്ലാത്ത സമീപനങ്ങളാണ് ഇതിൻ്റെ വ്യത്യസ്തനാണ്.
സിനിമകളിലും സംവിധാനം ചെയ്ത സിനിമകളിലും തൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് അണിവിട വഴിമാറി നടക്കാൻ തയ്യാറായിട്ടില്ല. ആർക്കും മുന്നിൽ ഒട്ടുമടക്കാത്ത തലപ്പൊക്കം പ്രകടിപ്പിക്കുന്ന ഇതാണ്. അതിനെ അഹങ്കാരമായി കണ്ടിട്ടുള്ള ആളുകളുണ്ടാകും. പക്ഷെ അത് തന്നെയുള്ള ആത്മവിശ്വാസമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ കൂടുതൽ പിന്നെയാണ്. അത് തമിഴ്സാറിൻ്റെ കുട്ടികളോടുള്ള കടുത്ത ആരാധന കൊണ്ടും പിന്നെ ഞാനാക്കിയ പങ്ക് വലിച്ചു എന്നുള്ള കടപ്പാടും ബഹുമാനവും കൊണ്ടും അതിലേറെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചതുള്ള അഭിമാനമാണ്. ചെറുപ്പം ജീവിച്ചിരിക്കാനാവുന്ന നമ്മുടെയൊക്കെ സുഹൃതമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത്തരത്തിലൊരു മനീഷിയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനാവുക എന്ന ആയുസിൻ്റെ പുണ്യമായാണ് നാം കണക്കാക്കുന്നത്. ശ്രദ്ധാകർഷിക്കനാകുന്ന ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ സാറ് ആയുരാരോഗ്യ സൗഖ്യം നൽകി ഏകദേശം ഗ്രഹിക്കട്ടെന്നും ഇനിയും അർത്ഥസമ്പുഷ്ടമായ വഴികളാൽ നമ്മെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറിന് ലാലിക സർവ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ പുരസ്കാരം നിറഞ്ഞ മനസ്സോടെ ഞാൻ സ്വീകരിക്കുന്നു. ഇതിനെൻ്റെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട തമ്പിസാറിനെ കൂടി നന്ദി പറയുന്നു. എടുത്തു പറയാത്ത മറ്റൊരു പേരാണ് ഞാനിപ്പോൾ ഒരു സമ്മാനമായിട്ട് കലിയൂർ ശശി. അദ്ദേഹം വളരെയധികം ഇതിന് എന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. പല പ്രാവശ്യവും എനിക്കത് സാധിച്ചില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇതിന് സാക്ഷ്യമായിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വേദിയിലും സദസ്സിലായ നല്ലൊരു രാത്രി നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്.